ആത്മീയ ലഹരിയിലായതിനാൽ മുറിവേൽപ്പിക്കുന്നയാൾ വേദന അറിയുന്നില്ല എന്നാണ് ഇതിന്റെ പ്രയോക്താക്കൾ പറയുന്നത്. കർബല യുദ്ധത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസം അറബ് നാടുകളിൽ ഷിയ മുസ്ലിങ്ങൾ ശരീരത്തിൽ ഇത്തരത്തിൽ മുറിവേൽപ്പിക്കാറുണ്ട്. വടക്കേ ഇന്ത്യയിലെ ഒരു വിഭാഗം മുസ്ലിങ്ങൾക്കിടയിലും ഈ ആചാരം നിലവിലുണ്ട്. എന്നാൽ കുത്തി റാത്തീബ് കഴിഞ്ഞ അരപ്പതിറ്റാണ്ടായി കേരളത്തിൽ തർക്കവിഷയമാണ്. വഹാബികൾ എന്നറിയപ്പെടുന്ന മുജാഹിദ് വിഭാഗങ്ങൾ ഇത് അപരിഷ്കൃതവും മതവിരുദ്ധവുമാണെന്ന് വിശേഷിപ്പിക്കുന്നു. ഈ കുത്താറാത്തീബ് എന്നാണ് എനിക്ക് പറയാം. അത് കേട്ടാൽ തന്നെ അറിയാം അത് മതവുമായി ബന്ധമുള്ളതെല്ലാം. ഈ കുത്തുക എന്നുള്ള പ്രയോഗം അത് മലയാളമാണ്, അത് അറബിയിലുള്ള ഒരു പ്രയോഗമൊന്നുമല്ല. പിന്നെ റാത്തീബ് എന്ന് പറയുന്നത് ഒരു പതിവായി സ്വീകരിക്കുന്ന ഇത്തരം സമ്പ്രദായങ്ങളെല്ലാം അതെല്ലാം അനിസ്ലാമികമാണ്. ആ നിലക്കുള്ള ഒരു സമ്പ്രദായവും ഇസ്ലാമിൻ്റെ അംഗീകാരമില്ല. ഇത് ആത്മീയ ലഹരിയിൽ ചെയ്യുന്നൊരു പ്രവർത്തനം എന്ന രീതിയിൽ ഇസ്ലാമിക സമൂഹത്തിലെ പൂർവികരായ ആളുകൾ അതിനെ ആ രീതിയിലാണ് കണ്ടിട്ടുള്ളത്. ഒരു അക്രമ പ്രവർത്തനം എന്ന രീതിയിലല്ല, അല്ലെങ്കിൽ മറ്റൊരാളെ ദ്രോഹിക്കുക എന്ന പ്രവർത്തനത്തിലല്ല, മറിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആ പ്രവർത്തനത്തെ മതം പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അത് അംഗീകരിച്ച പൂർവികർ ചെയ്തൊരു പ്രവർത്തന നടപടി എന്ന രീതിയിൽ അതിനെ സ്വാഭാവികമായും എതിർക്കാതിരിക്കുകയാണ്. നേരത്തെ രാത്രികാലങ്ങളിൽ മാത്രമാണ് കുത്തി റാത്തീബുകൾ അരങ്ങേറിയിരുന്നത്. എന്നാൽ തർക്കം മുറുകിയതോടെ പകൽ സമയത്തും റാത്തീബ് അനുഷ്ഠിച്ച് എതിർപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ് കുത്തി റാത്തീബിന്റെ വക്താക്കൾ. ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട് ഒരു മുജാഹിദ് ജമാഅത്ത് തന്നെ ഇതിനെ അംഗീകരിക്കാത്ത ആളുകൾ. അവർ പറയുന്നത് ഈ ഇരുട്ടിൻ്റെ മറവിൽ വെച്ചിട്ട് ഈ റാത്തീബ് നടത്തുന്നത് നട്ടപ്പാതിര സമയത്താണ്, എല്ലാവരെയും കണ്ണ് ഉറക്കിൻ്റെ ആലായ സമയത്താണ്. ഇതിന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കേസറ്റ് തന്നെ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളെ റാത്തീബിനെ വെച്ചിട്ട് ഇവിടുത്തെ റാത്തീബ് ഞങ്ങൾ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഉച്ചക്ക് പകലാണ് ഞങ്ങൾ നടത്തുന്നത്. ഇതിൻ്റെ പേരിൽ വെറും ഞങ്ങൾ തട്ടിപ്പാണ്, ഇത് കുത്തുന്നില്ല മുറിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിപ്പം തന്നെ നേരിൽ തന്നെ കണ്ടതല്ലേ. ഇത് ശരിക്കും ഞങ്ങൾ മുറിക്കുകയും ഒരാളെ വഞ്ചിക്കുകയും ഒരു വഞ്ചന നടത്തുകയല്ല, അത് ക്ലിയറായിട്ട് തന്നെ മുറിക്കുകയും കുത്തുകയൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. ഒരു പരിശീലനവും കാര്യമില്ല. റാത്തീബ് പഠിക്കാൻ വേണ്ടി പരിശീലനമുണ്ട്, കുത്തിനൊരു പരിശീലനവും ഇല്ല. അത് എടുത്തുകാനും അങ്ങോട്ട് കുത്തുക. പിന്നെ സംശയക്കാർക്ക് ഞങ്ങൾ എന്നെ എടുത്ത് കുത്തുകയും ചെയ്യും. പിന്നെ പുറത്തുനിന്നുള്ളൊരു ചോദ്യം ഈ ജമാ മുജാഹിദിൻ്റെ ആ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്, ഞങ്ങൾ തരുന്ന കത്തി കൊണ്ട് കുത്തും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോലെ വെല്ലുവിളിച്ചതാണ് എൻ്റെ പെറുക്കി വെച്ച് നടത്തുന്ന റാത്തീബിൽ, നിങ്ങൾ തരുന്ന കത്തി കൊണ്ട് ഞങ്ങൾ കുത്തും. അവർ ഇതിൻ്റെ എതിരിൽ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കേസറ്റ് ഇറക്കിയിട്ടുണ്ട്, ഞങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ വെച്ചിട്ട്. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിലെ ഹിന്ദു സമൂഹത്തിൽ നിലവിലുള്ള ശൂലംകുത്തൽ, ഗരുഡൻ തൂക്കം എന്നീ ആചാരങ്ങളുമായി കുത്തി റാത്തീബിന് ചില സാമ്യങ്ങളുണ്ട്. അതിന് കഴിവുള്ള ചില ആളുകൾ, ആത്മീയമായി അത്രയും തേജസ്സുറ്റ ആളുകൾ ആത്മീയ ലഹരിയിൽ ലയിച്ചു നിൽക്കുമ്പോൾ അവർ സ്വന്തം ശരീരത്തെ ദൈവികതയിലേക്ക് പാകപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ആ രീതിയിൽ അതിനെ കാണാം. പഴക്കമുള്ള ഈ യാഥാസ്ഥിക ആചാരങ്ങൾ വീണ്ടും തിരിച്ച് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്രവണത നടക്കുന്നുണ്ട്. കാരണം ഏത് യാഥാസ്ഥികത്വത്തെയും അല്ലെങ്കിൽ ഇത്തരം മന്ത്രവാദത്തെയും ഇത്തരം പ്രവർത്തനങ്ങളെയും രാഷ്ട്രീയമായ ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള അംഗീകാരം അതിന് ലഭിക്കുകയും രാഷ്ട്രീയ കക്ഷികൾ അതിനെ എതിർക്കാതിരിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങളുടെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ വലിയ ദോഷം ചെയ്യുന്നുണ്ട്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ചില ദ്വീപുകളിൽ കുത്തി റാത്തീബ് ഇപ്പോഴും വ്യാപകമാണ്. യാഥാസ്ഥിതികർ എന്നറിയപ്പെടുന്ന സുന്നികൾക്കിടയിലാണ് കുത്തി റാത്തീബ് അരങ്ങേറുന്നത്. സന്താനലബ്ധി, ഗൾഫ് യാത്ര, ധനസമ്പാദനം തുടങ്ങി പലവിധ ലക്ഷ്യപ്രാപ്തികൾക്കുള്ള നേർച്ചയായാണ് കുത്തി റാത്തീബ് അനുഷ്ഠിക്കുന്നത്. നേരത്തെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയുമാണ് കുത്തി റാത്തീബിനെ. എന്നാൽ ഇപ്പോൾ സുന്നികളിൽ ഒരു വിഭാഗവും കുത്തി റാത്തീബിനെ കൈയൊഴിയുകയാണ്. സാമൂഹികമായി അനുദിനം പരിഷ്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ റാത്തീബ് പോലുള്ള ആചാരങ്ങൾ എത്രത്തോളം ആശാസ്യമാണ് എന്ന ചോദ്യം ബാക്കിയാവുന്നു.